ഹായ് സെലർ, നോക്കൌട്ട് ഷോപ്പി ഈ ഗ്രോസറി ലിസ്റ്റിംഗ് എങ്ങനെ ആഡ് ചെയ്യണമെന്ന് നോക്കും. ആദ്യം നിങ്ങളുടെ സെലർ ഡാഷ്ബോർഡ് ഓപ്പൺ ചെയ്യുക. ഇവിടെ ലിസ്റ്റിംഗ് മാനേജ്മെന്റ് എന്ന ഓപ്ഷൻ കണ്ടെത്തുക. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ന്യൂ ലിസ്റ്റിംഗ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ കാറ്റഗറി ഗ്രോസറി സെലക്ട് ചെയ്യുക. പിന്നെ സബ് കാറ്റഗറി canned and jarred food, method sub category vegetables, heirloom fruits സെലക്ട് ചെയ്യുക. ബ്രാൻഡ് ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക, ഇല്ലെങ്കിൽ നോൺ ബ്രാൻഡഡ് സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അപ്ലൈ ഫോർ ബ്രാൻഡ് അപ്രൂവൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ പ്രോഡക്റ്റിനു വേണ്ടി സ്റ്റോക്ക് കീപ്പിംഗ് യൂണിറ്റ് SKU ടാഗ് ചെയ്യുക. പിന്നെ സ്റ്റോക്കിന്റെ നമ്പർ നിങ്ങളുടെ കടയിലുള്ള സ്റ്റോക്ക് ക്വാണ്ടിറ്റി ടാഗ് ചെയ്യുക. ഇപ്പോൾ MRP മാർക്കറ്റ് റേറ്റ് പ്രൈസ് ടാഗ് ചെയ്യുക. അടുത്തത് സെല്ലിംഗ് പ്രൈസ് ടാഗ് ചെയ്യുക. നോട്ട്: സെല്ലിംഗ് പ്രൈസ് MRP-നേക്കാൾ കുറവായിരിക്കേണ്ടത്. കസ്റ്റമർക്കു ഡെലിവറി ചാർജസ് ആഡ് ചെയ്യണമെങ്കിൽ ലോക്കൽ, സോണൽ മറ്റേത് നാഷണൽ സോൺസിന് ആദരിഷ്ട ചാർജസ് ടാഗ് ചെയ്യുക. പ്രോഡക്റ്റിനു വേണ്ടി HSN കോഡ് ടാഗ് ചെയ്യുക. അറിയില്ലെങ്കിൽ ഗൂഗിളിൽ ITHE സെർച്ച് ചെയ്യുക. കോഡ് 71021000. GST പെർസെൻറ്റേജ് ടാഗ് ചെയ്യുക 5%. പാക്കേജ് ലെങ്ത്, ബ്രെത്ത് ആൻഡ് ഹൈറ്റ് സെന്റിമീറ്റർ ടാഗ് ചെയ്യുക. പാക്കേജ് വെയ്റ്റ് ഗ്രാംസ് ടാഗ് ചെയ്യുക. അടുത്ത പ്രോഡക്റ്റ് ടൈറ്റിൽ ടാഗ് ചെയ്യുക. മിനിമം ഓർഡർ ക്വാണ്ടിറ്റി ആഡ് ചെയ്യുമ്പോൾ കസ്റ്റമർക്ക് നിങ്ങൾ ഫീൽഡിൽ കൊടുത്ത മിനിമം ഓർഡർ മാത്രം വാങ്ങണം. ഉദാഹരണത്തിന് നിങ്ങൾ ഫീൽഡിൽ 2 എന്നാൽ കസ്റ്റമർക്ക് കുറച്ച് 2 എന്നും വാങ്ങി മാത്രം വേണം. മാക്സിമം ലിമിറ്റ് ഒന്നുമില്ല. പ്രോഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ, ഇതേ ഫീൽഡിൽ നിങ്ങളുടെ പ്രോഡക്റ്റിന്റെ വിസ്താരമായ വിവരണം ടാഗ് ചെയ്യുക. നമ്പർ ഓഫ് പാക്കേജസ്, നിങ്ങളുടെ പ്രോഡക്റ്റിന്റെ പാക്കേജസിന്റെ കൗണ്ട് ടാഗ് ചെയ്യുക. പ്രോഡക്റ്റ് ഹൈലൈറ്റ്സ്, ഇവിടെ നിങ്ങളുടെ പ്രോഡക്റ്റിന്റെ വിശിഷ്ടമായ വിശേഷാംഗങ്ങൾ മെൻഷൻ ചെയ്യുക. കീവേഡ്സ്, ഇതേ ഫീൽഡ് നിങ്ങളുടെ പ്രോഡക്റ്റ് സെർച്ച് ചെയ്യുമ്പോൾ പ്രധാന കാര്യമാണ്. മാനുഫാക്ചറിംഗ് ഡീറ്റെയിൽസ് ടാഗ് ചെയ്യുക. ഇമ്പോർട്ടഡ് ഡീറ്റെയിൽസ് ടാഗ് ചെയ്യുക. ഇപ്പോൾ പാക്ഡ് വെയർഹൌസ് അഡ്രസ് ടാഗ് ചെയ്യുക. നിങ്ങളുടെ പ്രോഡക്റ്റിന്റെ ഒറിജിൻ സെലക്ട് ചെയ്യുക. റിലേറ്റഡ് പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക. കളർ വേരിയേഷൻ ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക. FSSAI നമ്പർ മറ്റേത് എക്സ്പയറി ഡേറ്റ് ടാഗ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ പ്രോഡക്റ്റിന്റെ ഷെൽഫ് ലൈഫ് ഡേറ്റ് ടാഗ് ചെയ്യുക. ഫുഡ് പ്രെഫറൻസ് സെലക്ട് ചെയ്യുക. വെജിറ്റേറിയൻ അല്ലെങ്കിലും നോൺ വെജിറ്റേറിയൻ എന്നത്. നിങ്ങളുടെ പ്രോഡക്റ്റിന്റെ വേണ്ടി ആവശ്യമായ ടെമ്പറേച്ചർ സെൽഷ്യസിൽ ടാഗ് ചെയ്യുക. നിങ്ങളുടെ പ്രോഡക്റ്റിന്റെ ഉപയോഗത്തിന് മുൻപ് അല്ലെങ്കിലും ശേഷം വേണ്ടിയുള്ള കുക്കിംഗ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടെങ്കിൽ അത് ടാഗ് ചെയ്യുക. സ്റ്റോറേജ് ഇൻസ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ അത് ടാഗ് ചെയ്യുക. നിങ്ങളുടെ പ്രോഡക്റ്റിലുള്ള ന്യൂട്രിയന്റ് ഫാക്ട് ഉണ്ടെങ്കിൽ അത് ഗ്രാസിൽ ഇവിടെ മെൻഷൻ ചെയ്യുക. നിങ്ങളുടെ പ്രോഡക്റ്റിന്റെ ഇമേജ് അപ്ലോഡ് ചെയ്യുക. വീഡിയോ അവൈലബിൾ ആണെങ്കിൽ അത് സ്പെസിഫൈഡ് ഫോർമാറ്റിൽ അപ്ലോഡ് ചെയ്യുക. പിന്നെ അഡീഷണൽ ഫീൽഡ്സിനു വരിക. ഡ്രോപ്പ് ഡൗൺ സഹായം ഉണ്ട്. ബിലോ ഫീൽഡ് സെലക്ട് ചെയ്യുക. വെറൈറ്റി പാക്കേജിംഗ് ടാഗ് സീസണാലിറ്റി, നിങ്ങളുടെ പ്രോഡക്റ്റിന്റെ സർട്ടിഫിക്കേഷൻ മേലെ പറഞ്ഞ എല്ലാ വിവരണങ്ങളും എൻ്റർ ചെയ്ത ശേഷം ക്രിയേറ്റ് ലിസ്റ്റിംഗ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അവസാനകാലം നിങ്ങളുടെ ലിസ്റ്റിംഗ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 24 മണിക്കൂറുകളിൽ നിങ്ങളുടെ ലിസ്റ്റിംഗ് ആക്ടിവേറ്റ് ചെയ്യപ്പെടും. ഹാപ്പി സെല്ലിംഗ്.